നമസ്കാരം. ആദിമലയാളത്തിൻ്റെ പുത്തൻ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഭാഷാശാസ്ത്രത്തെക്കുറിച്ചായിരുന്നു. അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന വീഡിയോ വ്യാകരണത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഈ രണ്ട് വീഡിയോയ്ക്കും നിങ്ങൾ തന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കണക്കിലെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും സ്വയമേ വായിക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതുമായ ഭാഗങ്ങൾ ഇവയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ വീഡിയോയും അതേക്കുറിച്ച് തന്നെയുള്ളതാണ്. അപ്പോൾ അതിന് മുൻപ് ഞാൻ 4 വീഡിയോകൾ നിർദ്ദേശിക്കുകയാണ്. അതുകൂടി കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യക്തത നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിലൊരു വീഡിയോ, 2 വീഡിയോ അല്പം പഴയതാണ് കേട്ടോ. ഒന്ന് നമ്മൾ കച്ചടത്തപ്പ എന്താ ഇങ്ങനെ എന്ന് പറയുന്നൊരു വീഡിയോ, മറ്റൊന്ന് അറിയാം അക്ഷരമാല എന്ന് പറയുന്നൊരു വീഡിയോ, പിന്നെ നമ്മൾ ഇപ്പോൾ തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ള വ്യാകരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭാഷാശാസ്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതൊന്ന് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ കൂടുതൽ തെളിച്ചുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉച്ചാരണ അവയവങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഉച്ചാരണത്തിൽ ബുദ്ധിമുട്ട് വരാറുണ്ടോ, തെറ്റ് വരാറുണ്ടോ, നിങ്ങൾ ഉച്ചരിക്കുന്നത് ശരിയല്ല എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇതൊക്കെ ഭാഷാശാസ്ത്രം കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മൾ ഉച്ചാരണം എങ്ങനെ ശരിയാക്കാം എന്നുള്ളത് ഉച്ചാരണ അവയവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം. പുതിയ ഭാഷയുടെ ഉച്ചാരണം പഠിക്കൽ എത്ര കണ്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എത്ര കാലം എടുത്തിട്ടാണല്ലേ ഒരു പുതിയ ഭാഷ പഠിക്കുന്നത്? എന്തിന്? നമ്മുടെ മാതൃഭാഷയായ മലയാളം നമ്മൾ എത്രയോ കാലം എടുത്തിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. എത്ര വലിയ മലയാളം മുൻഷിയുടെ മക്കളാണെന്ന് പറഞ്ഞാലും ജനിച്ചു വീഴുന്ന ഉടനെ സ്വായത്തമാകുന്നതല്ല ഭാഷയും അതിൻ്റെ ഉച്ചാരണവും. വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് ഭാഷയുടെ ഉച്ചാരണം, ഭാഷണം എന്ന പ്രക്രിയ, സംസാരം എന്ന് പറയുന്ന പ്രക്രിയ. അപ്പോൾ ഇത്രയും സങ്കീർണമായ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുഞ്ഞു പ്രായത്തിലെ കൊച്ചു കുഞ്ഞുങ്ങളെ കാണാറില്ലേ? അപ്പോൾ അവർ നടക്കാൻ എടുക്കുന്ന എത്ര സമയമാണ്? അവർ എഴുന്നേറ്റ് നടന്നും വീണും പിച്ച വെച്ചും വീണ്ടും വീണും ഒക്കെയല്ലേ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർ ഭാഷ പഠിക്കുന്നത് അല്ലേ? അവർ ആദ്യമായ ഒരു അക്ഷരം പറയുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം അവരത് പറഞ്ഞു എന്നുള്ളതിലാണ്. അപ്പോൾ ഈ ഉച്ചാരണത്തിനെടുക്കുന്ന സമയം, ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരുപാട് മസിലുകൾ ഒന്നിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനവുമായി ഏകോപിപ്പിച്ചൊക്കെ ചെയ്യുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് സംസാരം എന്നുള്ളതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് വേഗത്തിൽ ചെയ്യാൻ പറ്റാത്തതും നമ്മൾ ക്രമേണ ഇത് പഠിച്ചു വരുന്നത്. നമ്മുടെ ഉച്ചാരണത്തിന് ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? വളരെ രസകരവും കൗതുകപരവുമായൊരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉച്ചാരണത്തിന് വേണ്ടി മാത്രമായി യാതൊരു അവയവവും ഇല്ല എന്നുള്ളതാണ്. മനുഷ്യൻ്റെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വായയും മൂക്കും നമ്മുടെ ശ്വാസകോശവും അതുപോലെ തന്നെ ട്രക്കിയ അഥവാ ശ്വാസനാളവും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഉച്ചരിക്കാനും ശബ്ദം ഉണ്ടാക്കാനും വർത്തമാനം പറയാനും ഉപയോഗിക്കുന്നത്. ഇതൊക്കെയും പ്രാഥമികമായി മറ്റാവശ്യങ്ങൾക്ക് ഉള്ള അവയവങ്ങളാണ്. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാനും ശ്വാസം വലിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അവയവങ്ങളാണ് അതൊക്കെയും. എന്നാൽ അതൊക്കെ ചേർന്നിട്ടുള്ള, ഒന്നിച്ച് ചേർന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊക്കെ കൂടി ചേർന്നാണ് നമുക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉച്ഛ്വാസവായുവാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഈ ശബ്ദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന വേസ്റ്റായിട്ട് നമ്മൾ വിടുന്ന നമ്മളുടെ ഉച്ഛ്വാസവായു. അപ്പോൾ ഈ ഉച്ഛ്വാസവായു സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തേക്കുള്ള 2 ദ്വാരങ്ങൾ എവിടെയൊക്കെയാണുള്ളത്? നമുക്ക് വായുവുമായി സമ്പർക്കമുള്ള, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ സമ്പർക്കമുള്ള പുറത്തേക്കുള്ള 2 ദ്വാരങ്ങൾ, ഒന്ന് നമ്മുടെ മൂക്കിൻ്റെയും മറ്റൊന്ന് നമ്മുടെ വായുടെയുമാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ മൂക്കിലൂടെ വായുവിനെ അകത്തേക്ക് എടുക്കുന്നു, നമ്മുടെ തൊണ്ടയിലെത്തുന്നു. തൊണ്ടയിൽ നിന്ന് താഴേക്കുള്ള വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്ന ശ്വാസനാളം വഴി ഇത് അകത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തിലെത്തുകയും ശ്വാസകോശത്തിൽ നിന്ന് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സംഭവം തിരിച്ച് അതേ വഴിയിലൂടെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സംഭവം തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഭാഷണത്തിൻ്റെ കാര്യത്തിലും ഉപയോഗിക്കപ്പെടുന്നത്, എന്നാൽ നേരിയ ചില വ്യത്യാസങ്ങളോടെ എന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഉച്ചാരണ അവയവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന ഊർജ്ജം എടുക്കുന്നത് ശ്വാസകോശത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഉച്ഛ്വാസവായുവിൽ നിന്നാണെന്ന് പറയാം. ഈ ഉച്ഛ്വാസവായു വിൻഡ് പൈപ്പ് എന്ന് പറയുന്ന, ട്രക്കിയ എന്ന് പറയുന്ന സ്വനനാളത്തിലൂടെ അകത്തേക്ക് കയറി വരികയും ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്ക് അതിനൊന്ന് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ, സാധാരണഗതിയിൽ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു ട്രാക്റ്റ് ഉണ്ട്. നമ്മൾ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നമ്മുടെ ശ്വാസകോശ
ശ്വാസകോശത്തിനകത്തേക്കും അവിടുന്ന് പുറത്തേക്കും കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട്. ഈ വഴിയിൽ അതിനെ നമ്മൾ സ്വനപേടകം എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. അവിടെ നമുക്ക് വോക്കൽ കോഡ് എന്ന് പറയുന്ന സ്വനപാളി എന്ന് പറയുന്ന രണ്ടാളുകളുണ്ട്. ഈ സ്വനപാളിക്കിടയിലുള്ള ദ്വാരത്തിലൂടെ, ഗ്ലോട്ടിസ് എന്നൊക്കെ അറിയപ്പെടുന്ന ശ്വാസദ്വാരത്തിലൂടെ നമ്മുടെ വായു പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാൻ 2 വഴികളാണുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് വായയും ഒന്ന് മൂക്കും. ഇതിൽ മൊത്തത്തിൽ ഈ 2 വഴികളെയും കൂടി ഒന്നിച്ച് ചേർത്ത് വോക്കൽ ട്രാക്റ്റ് എന്ന് പറയാറുണ്ട്. പ്രത്യേകം പറയുകയാണെന്നുണ്ടെങ്കിൽ നാസാഗളം എന്ന് പറയുന്ന മൂക്കിലേക്കുള്ള ഒരു വഴിയും പിന്നെ വായിലേക്കുള്ള മറ്റൊരു വഴിയും. അപ്പോൾ ഈ 2 വഴിയിലൂടെയും നമുക്കിത് പുറത്തേക്ക് കൊണ്ടുപോകാം. മൊത്തത്തിൽ ഇതാണ് നമ്മുടെ ഉച്ഛ്വാസവായു പുറത്തേക്ക് പോവുകയും ശബ്ദമായി പരിണാമപ്പെടുകയും ശബ്ദങ്ങളെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഉച്ചാരണ ശബ്ദങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന രീതി. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നല്ല. ഊർജ്ജത്തിനെ നമുക്ക് നശിപ്പിക്കാനോ സൃഷ്ടിക്കാനോ കഴിയില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന്. അപ്പോൾ ഇതേ പ്രോസസ്സിൻ്റെ മറ്റൊരു വകഭേദമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നത് വായുവാണല്ലോ അല്ലേ. അപ്പോൾ അത് നമുക്ക് പവനോർജ്ജം എന്ന് പറയാം, വിൻഡ് എനർജി എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലാണ് അതുള്ളത്. പവനോർജ്ജത്തിനെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നത് ഈ ഭാഗത്തുള്ള നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സ്വനപാളികൾ, വോക്കൽ കോഡ്സ് എന്ന് പറയുന്ന ആളുകളാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സ്വനപേടകം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ശബ്ദരൂപം ആർജിച്ചിട്ടുള്ള ഈ സംഭവം പുറത്തേക്ക് വരണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ പറഞ്ഞു മൂക്ക് വഴി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വായ വഴി. ഓക്കെ, വായ വഴിയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കടന്നിട്ട് വേണം അത് പുറത്തേക്ക് വരാൻ? വായിലെ പ്രധാനപ്പെട്ട സംഘാടകൻ എന്ന് പറയുന്നത് നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ നാക്ക് ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു സംഘാടകനാണ്. ബാക്കിയുള്ളവർ അത്ര കഷ്ടപ്പാട് എടുക്കില്ല, എന്നാൽ അവർ ഈ ഭാഷണത്തിന്, സംസാരത്തിന് സഹായിക്കും, പക്ഷെ വലിയ കഷ്ടപ്പാട് എടുക്കില്ല. അപ്പോൾ എപ്പോഴും ഓടി നടക്കുന്ന, ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാവ് ഒരു ചലകരണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നാക്ക് നമ്മുടെ വായയുടെ പല ഭാഗങ്ങളിൽ പോയി കൃത്യമായി തൊട്ടുരുമ്മി മാറി വരുന്നതിനനുസരിച്ചാണ് ഓരോ ശബ്ദങ്ങളും വ്യത്യസ്തങ്ങളായ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശബ്ദവും മറ്റൊരു ശബ്ദവും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് ഈ നാവിൻ്റെ ചലനവും നാവ് എവിടെയൊക്കെ പോയി തൊടുന്നു എന്നുള്ളതും അപ്പോഴതിനിടയിലൂടെ വായു ഏത് രീതിയിൽ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. മറ്റൊന്ന് നമ്മുടെ വായയുടെ മേൽക്കൂരയാണ്. അത് അകത്തുനിന്ന് പുറത്തേക്ക് നിങ്ങൾ നാവ് വെച്ച് തന്നെ ഒന്ന് തടഞ്ഞു നോക്കൂ കേട്ടോ. ഏറ്റവും പുറകു ഭാഗത്ത്, വായയുടെ മേൽക്കൂരയുടെ ഏറ്റവും പുറകു ഭാഗത്ത് അങ്ങേയറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാളുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ഏകദേശം അതേ ടെക്സ്ചറുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. സോഫ്റ്റ് പാലറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മൃദുതാലു എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണുള്ളത്. ഈ മൃദുതാലു കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പിലേക്ക് വരുമ്പോൾ വായയുടെ മേൽക്കൂര എന്ന് പറയുന്ന ഭാഗം കുറച്ച് കട്ടിയുള്ള സ്ഥലമാണ്. നമ്മൾ മൂർധാവ്, മൂർധന്യം എന്നൊക്കെ പറയുന്ന കഠിന താലു എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പിലേക്ക് വരുമ്പോൾ ഒന്ന് നോക്കൂ, പല്ലിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു ഭാഗം ഇങ്ങനെ പിരിപിരായിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഇതിനെ മോണ എന്ന് പറയാം. ആൽവിയോളർ റിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ മോണ എന്ന് പറയുന്ന പ്രത്യേക ഭാഗം തൊട്ട് മുൻപിൽ നമ്മുടെ മേലുള്ളിപ്പല്ല്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വായുടെ മേൽക്കൂര എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ള ഉച്ചാരണ അവയവം എന്ന് പറയുന്നത് നമ്മുടെ 2 ചുണ്ടുകളാണ്. അപ്പോൾ ഈ ചുണ്ടുകൾ, പല്ലുകൾ, മോണ, മൂർധാവ്, അതിന് തൊട്ട് പുറകിലുള്ള താലു എന്ന് പറയുന്ന സ്ഥലം, ഏറ്റവും പുറകിൽ മൃദുതാലു, ഇതിൻ്റെ ബാക്കി മിച്ചമാണ് നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഉവ്യൂള എന്ന് പറയുന്ന ഈ ഒരു സംഗതിയെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും സംഗതികൾ കൂടി ചേർന്നാണ് നമ്മുടെ വായയുടെ മേൽക്കൂര. അപ്പോൾ ഈ കൂട്ടത്തിൽ അനങ്ങുന്ന ആൾ നമ്മൾ പറഞ്ഞു നാവാണ്. അനങ്ങാത്ത ആൾക്കാരെ എല്ലാവരെയും കൂടി, നമ്മളിപ്പോൾ പറഞ്ഞ ബാക്കി എല്ലാ ആൾക്കാരെയും കൂടി ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് സ്ഥിരകരണങ്ങൾ. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന സംഗതികളാണത്. അപ്പോൾ സ്ഥിരകരണങ്ങളും ചലകരണങ്ങളും. ഈ സ്ഥിരകരണങ്ങളും ചലകരണങ്ങളും എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ വോയിസ് ബോക്സിൽ നിന്ന്, സ്വനപേടകത്തിൽ നിന്ന് പുറത്തേക്ക് ശബ്ദരൂപത്തിലെത്തുന്ന സംഗതികളെ ഉരുട്ടിയെടുത്ത് കൃത്യമായ സ്വനങ്ങളാക്കി, ശബ്ദങ്ങളാക്കി, അതായത് സംസാരത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ശബ്ദങ്ങളാക്കി മാറ്റുന്നത് സ്ഥിരകരണങ്ങളും ചലകരണങ്ങളും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇത്രയും സംഗതികൾ ആദ്യം ഓർമ്മയിൽ വയ്ക്കാം. ഇനി നമ്മൾ നാക്കെന്ന് പറഞ്ഞല്ലോ, നാക്കെന്ന് പറയുന്ന ആളെയും നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല. ഇദ്ദേഹത്തിനെയും ഭാഷാശാസ്ത്രജ്ഞർ അവരുടെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഒന്ന് നിർവചിച്ച് വെച്ചിട്ടുണ്ട്. നാവിൻ്റെ പല ഭാഗങ്ങളെ, ഉച്ചാരണത്തിൽ ഉപയോഗിക്കുന്ന നാവിൻ്റെ പല ഭാഗങ്ങളെ വിഭജിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. ഒന്ന് നാവിൻ്റെ തുമ്പ്, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഭാഗത്തിന് ബ്ലേഡ് എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ കൃത്യം മലയാളം വാക്ക് ഞാൻ നോക്കിയ ഭാഷാശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും കണ്ടു കിട്ടിയില്ല. അപ്പോൾ
അപ്പം നാവിൻ്റെ തുമ്പ് ടിപ്പ്, അതിന് തൊട്ട് മുകളിൽ ബ്ലേഡ് എന്ന് പറയുന്നൊരു പോർഷൻ, പിന്നെ നാവിൻ്റെ തൊട്ട് മുൻഭാഗം എന്ന് പറയുന്ന ഒരു ഭാഗം, അതിന് നടുഭാഗം മധ്യഭാഗം എന്ന് പറയുന്നൊരു ഭാഗം, പിന്നെ ഏറ്റവും പുറകിലുള്ള മൂലം എന്ന് പറയുന്ന ഏറ്റവും പിറകിലുള്ള ഭാഗം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആദ്യം പറഞ്ഞ മൂർധാവിൽ ഈ ഹാർഡ് പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ വായുടെ മുകളിലുള്ള കട്ടിയുള്ള ആ ഭാഗത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന സ്ഥലം ഏതാണോ അതാണ് നാവിൻ്റെ മുൻഭാഗം. ഇനി കട്ടിയുള്ള ആ ഭാഗത്തിനും മൃദുലമായ ഭാഗത്തിൻ്റെയും തൊട്ട് താഴെ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന സ്ഥലം എന്താണോ അതാണ് നാവിൻ്റെ മധ്യഭാഗം. ഇനി ഏറ്റവും സോഫ്റ്റായ വായുടെ മുകൾ ഭാഗത്ത് സോഫ്റ്റായ പോർഷൻ്റെ മൃദുതാലവിൻ്റെ താഴെയുള്ള ഭാഗം ഏതാണോ അതാണ് നാവിൻ്റെ മൂലം അഥവാ പിൻഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാവിൻ്റെ ഭാഗം തന്നെ ഏത് രീതിയിൽ എവിടെ എങ്ങനെ തൊടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഓരോ ശബ്ദവും ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ശ്രമിച്ചത് ഉച്ചാരണ അവയവങ്ങളെ കുറിച്ചിട്ടാണ്. അതൊക്കെ നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് ഒരിക്കൽ കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന വായു ശ്വാസനാളിയിലൂടെ പുറത്തേക്ക് വരികയും സ്വനപേടകത്തിലെത്തുകയും അവിടെ നിന്ന് വോക്കൽ കോഡിൻ്റെ ഇടയിലുള്ള ശ്വാസദ്വാരത്തിലൂടെ പുറത്തു വരികയും ശേഷം മൂക്കിലൂടെയോ വായിലൂടെയോ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. വായിലൂടെയാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അവിടെ നാക്കുണ്ട്, വായയുടെ മേൽക്കൂരയുണ്ട്, ചുണ്ടുണ്ട്, പല്ലുണ്ട്. ഈ ഭാഗങ്ങളിലെ ഈ പറഞ്ഞപ്പെട്ട സ്ഥിരകരണങ്ങളും ചലകരണങ്ങളും കൂടി ഒന്നിച്ച് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശബ്ദങ്ങൾ ഭാഷണ രൂപത്തിലേക്ക് പുറത്തു വരുന്നത്. അതിനുശേഷം നമ്മൾ നാവിനെക്കുറിച്ചും നാവിനെ വ്യത്യസ്ത ഭാഗങ്ങളാക്കി എങ്ങനെയാണ് ഭാഷാശാസ്ത്രജ്ഞർ വിഭജിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഓരോ ശബ്ദങ്ങളും പുറത്തേക്ക് വരുന്നത് എന്ന് പേരിടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നവർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിലൊന്ന് ഞെക്കിയേക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അപ്പോഴും അതിൻ്റെ സൈഡിൽ വരുന്ന കുഞ്ഞു മണിയുണ്ട്, ആ മണിയിലൊന്ന് ഞെക്കിയേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.